നമസ്കാരം. ജനഹിതം 24/7 എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വണ്ടിയുടെ ഇൻഷുറൻസ് പേപ്പർ ഒന്ന് എടുത്തു നോക്കൂ. അത് തീരാൻ ഇനി എത്ര ദിവസമുണ്ട്? 10 ദിവസമോ 1 മാസമോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സാധാരണ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? ഇൻഷുറൻസ് തീരാറാകുമ്പോൾ പരിചയമുള്ള ഒരു ഏജന്റിനെ വിളിക്കും, അല്ലെങ്കിൽ വണ്ടി വാങ്ങിയ ഷോറൂമിൽ പോകും. അവർ പറയുന്ന തുക അടയ്ക്കും, പോളിസി കൈപ്പറ്റും. എന്നാൽ 2026 കാർ ഇൻഷുറൻസ് പുതുക്കുമ്പോൾ നിങ്ങൾ വെറും ഒരു പേയ്മെന്റ് മാത്രം നടത്തിയാൽ പോരാ. നിങ്ങൾ അറിയാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം നടന്നാൽ ₹1 പോലും കമ്പനി തരില്ല എന്ന് മാത്രമല്ല, നിയമപരമായി നിങ്ങൾ വലിയ കുടുക്കിലാകുകയും ചെയ്യും. എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യത്തെ കാര്യം ഡിജിറ്റൽ KYC ആണ്. 2026 മുതൽ ഇന്ത്യയിലെ എല്ലാ ഇൻഷുറൻസുകളും കേന്ദ്ര സർക്കാരിന്റെ ബീമാ സുഖം എന്ന പോർട്ടലുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. പണ്ട് ഇൻഷുറൻസ് എടുക്കാൻ വണ്ടിയുടെ പേപ്പർ മാത്രം മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ആധാർ അല്ലെങ്കിൽ പാൻ കാർഡ് ലിങ്ക് ചെയ്ത് KYC പൂർത്തിയാക്കിയാൽ മാത്രമേ പോളിസി ഇഷ്യൂ ചെയ്യൂ. ഇത് ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? ക്ലെയിം സെറ്റിൽമെന്റ് വേഗത്തിലാക്കാൻ വേണ്ടിയാണ്. അപകടം നടന്നാൽ ഹോസ്പിറ്റലിലോ വർക്ക്ഷോപ്പിലോ നിങ്ങളുടെ തിരിച്ചറിയൽ രേഖകൾക്കായി ഓടേണ്ടി വരില്ല. ഇൻഷുറൻസ് പുതുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ കാര്യം IDV ആണ്. ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ ഇന്നത്തെ മാർക്കറ്റ് വില. പ്രീമിയം കുറയ്ക്കാൻ വേണ്ടി പലരും വണ്ടിയുടെ വില കുറച്ച് കാണിക്കാറുണ്ട്. ഉദാഹരണത്തിന് 5 ലക്ഷം രൂപ വിലയുള്ള വണ്ടിക്ക് 3 ലക്ഷം രൂപ IDV കൊടുത്താൽ പ്രീമിയം കുറയും. പക്ഷെ വണ്ടി മോഷണം പോയാലോ പൂർണ്ണമായും തകർന്നു പോയാലോ കമ്പനി നിങ്ങൾക്ക് തരുന്നത് ആ 3 ലക്ഷം മാത്രമായിരിക്കും. തിരിച്ചും സംഭവിക്കാം. പഴയ വണ്ടിക്ക് അനാവശ്യമായി ഉയർന്ന വില കാണിച്ചാൽ നിങ്ങൾ വെറുതെ കൂടുതൽ പ്രീമിയം അടയ്ക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് വണ്ടിയുടെ ശരിയായ ഡിപ്രിസിയേഷൻ കണക്കാക്കി IDV നിശ്ചയിക്കുക. അടുത്തത് NCB ആണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ ക്ലെയിം ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഡിസ്കൗണ്ട് ആണിത്. ഇത് 20 മുതൽ 50% വരെയാകാം. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയെ മാറ്റുകയാണെങ്കിലും ഈ ബോണസ് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. പുതിയ കമ്പനിയിൽ ചേരുമ്പോൾ നിങ്ങളുടെ പഴയ പോളിസിയിലെ NCB സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ പ്രീമിയത്തിൽ വലിയ ലാഭം കിട്ടും. നിങ്ങൾ വണ്ടി വിറ്റാലും NCB നിങ്ങളുടെ പേരിൽ നിലനിൽക്കും. പുതിയ വണ്ടി എടുക്കുമ്പോൾ അത് ഉപയോഗിക്കാം. അത് പല ഏജന്റുമാരും നിങ്ങളോട് പറയില്ല എന്ന് മാത്രം. 2026 വിപ്ലവകരമായ മാറ്റമാണ് പേ ആസ് യു ഡ്രൈവ്. നിങ്ങൾ വണ്ടി കുറച്ചു മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ എന്തിനാണ് മുഴുവൻ പ്രീമിയം അടയ്ക്കുന്നത്? പുതിയ നിയമപ്രകാരം കിലോമീറ്റർ അടിസ്ഥാനത്തിൽ പ്രീമിയം അടയ്ക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. നിങ്ങൾ കുറച്ചു ദൂരം മാത്രമേ ഓടിക്കുന്നുള്ളൂ എങ്കിൽ സാധാരണ പ്രീമിയത്തിന്റെ 25 മുതൽ 40% വരെ ലാഭിക്കാൻ ഈ ഓപ്ഷൻ സഹായിക്കുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് സീറോ ഡിപ്രിസിയേഷൻ കവറാണ്. 5 വർഷത്തിൽ താഴെ പഴക്കമുള്ള വണ്ടിയാണെങ്കിൽ ഇത് നിർബന്ധമായും എടുക്കണം. സാധാരണ പോളിസിയിൽ പ്ലാസ്റ്റിക് ഫൈബർ ഭാഗങ്ങൾക്ക് വലിയൊരു തുക തേയ്മാനമായി കമ്പനി കുറയ്ക്കും. എന്നാൽ സീറോ ഡെപ്പ് ഉണ്ടെങ്കിൽ മുഴുവൻ തുകയും കമ്പനി നൽകും. മലയാളിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന മറ്റൊരു കാര്യം എൻജിൻ പ്രൊട്ടക്ടർ ആഡ് ഓൺ ആണ്. മഴക്കാലത്ത് വെള്ളം കയറി എൻജിൻ കേടായാൽ സാധാരണ ഇൻഷുറൻസ് കിട്ടില്ല. എന്നാൽ ഈ ചെറിയൊരു ആഡ് ഓൺ ഉണ്ടെങ്കിൽ ലക്ഷങ്ങൾ വിലയുള്ള എൻജിൻ പണി നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടും. പലരും മറന്നു പോകുന്ന ഒന്നാണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ. വണ്ടി ഓടിക്കുന്ന ഉടമയ്ക്ക് അപകടം സംഭവിച്ചാൽ 15 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഇൻഷുറൻസ് ആണിത്. നിങ്ങൾക്ക് വേറെ ആക്സിഡന്റ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. പക്ഷെ മിക്കവാറും ഇത് ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം. അതുപോലെ തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ പ്രീമിയം നിരക്കുകൾ IRDAI വർഷാവർഷം പുതുക്കാറുണ്ട്. 2026 പുതിയ നിരക്കുകൾ പ്രകാരമാണോ നിങ്ങൾ പണം അടയ്ക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വണ്ടിയുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ആണ്. സുപ്രീം കോടതി വിധി അനുസരിച്ച് ഇൻഷുറൻസ് പുതുക്കുന്ന സമയത്ത് വണ്ടിക്ക് വാലിഡായ പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപകടം നടക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം നിരസിക്കാൻ കമ്പനിക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് ഇൻഷുറൻസ് പുതുക്കുന്ന അന്ന് തന്നെ പുക പരിശോധനയെ നടത്തിയെന്ന് ഉറപ്പുവരുത്തുക. ഇൻഷുറൻസ് പുതുക്കുന്നത് വെറും ഒരു ചടങ്ങല്ല, നിങ്ങളുടെ സുരക്ഷയാണ്. ഏജന്റിനെ ഏൽപ്പിക്കുന്നവർ പോലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണോ എന്ന് പോളിസി വന്ന ശേഷം ചെക്ക് ചെയ്യുക. ഓൺലൈനായി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇൻഷുറൻസ് കമ്പനികളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ വഴി നേരിട്ട് ചെയ്യാം. ഇതുവഴി ഏജന്റ് കമ്മീഷൻ ലാഭിക്കാനും സാധിക്കും. ഈ വിവരങ്ങൾ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വണ്ടിയുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നന്ദി.